നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊരട്ടിയിൽ കാർ മരത്തിലിടിച്ച് അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. മരിച്ചത് കോതമംഗലം സ്വദേശികൾ. ആയിരങ്ങൾക്ക് ഉത്സവ ലഹരി പകർന്ന് ചെമ്പൂച്ചിറ പൂരം. വർണ്ണോത്സവമായി കാവടിയാട്ടവും കുടമാറ്റവും. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ LDFന്റെ ദുർഭരണമാണെന്ന് ആരോപിച്ച് BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കൊരട്ടിയിൽ കാർ മരത്തിലിടിച്ച് അച്ഛനും മകളും മരിച്ചു. കോതമംഗലം സ്വദേശികളായ ഉന്നക്കിൽ കൊട്ടാരത്തിൽ വീട്ടിൽ 42 വയസ്സുള്ള ജെയ്മോൻ, മകൾ 11 വയസ്സുള്ള ജോയ്ന എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ജെയ്മോന്റെ ഭാര്യ മഞ്ജു, മകൻ ജോയൽ, ബന്ധു അലൻ എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോതമംഗലത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന കാർ യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് മരിച്ച ജെയ്മോൻ. വെള്ളിയാഴ്ച രാവിലെ 6-നായിരുന്നു അപകടം. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ആയിരങ്ങൾക്ക് ഉത്സവ ലഹരി പകർന്ന് ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ആഘോഷിച്ചു. പീലിക്കാവടികളും പൂക്കാവടികളും തലയെടുപ്പുള്ള ഗജവീരന്മാരും വാദ്യമേളങ്ങളും ചേർന്നൊരുക്കിയ വർണ്ണോത്സവത്തിൽ പങ്കാളികളാകാൻ ആയിരങ്ങളാണ് വെള്ളിയാഴ്ച ചെമ്പൂച്ചിറയിലെത്തിയത്. പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് കലശാഭിഷേകം, പൂരം, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. എഴുന്നള്ളിപ്പിന് ശേഷം കാവടി സെറ്റുകൾ ക്ഷേത്ര മൈതാനത്തിലേക്ക് എത്തി. കാവടി സെറ്റുകൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ കൂടിയാട്ടം കാണാൻ കത്തുന്ന വേനൽ ചൂടിനെ അവഗണിച്ചും നൂറുകണക്കിന് ആളുകൾ തിങ്ങിക്കൂടി. വൈകിട്ട് വർണ്ണങ്ങളുടെ വിസ്മയ ചെപ്പ് തുറന്ന കുടമാറ്റവും നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി TS വിജയൻ, മേൽശാന്തി PV മനോജ്, കീഴ്ശാന്തി AR ബൈജു എന്നിവർ കാർമ്മികരായി. ക്ഷേത്ര ഭാരവാഹികളായ സുനിൽകുമാർ കൈമാപ്പറമ്പിൽ, സെക്രട്ടറി ശ്രീധരൻ കളരിക്കൽ, ഖജാൻജി ലെനിൻ കുമാർ കണ്ണങ്ങാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ LDFന്റെ ദുർഭരണമാണെന്ന് ആരോപിച്ച് BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി AR അജിഘോഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, പഞ്ചായത്ത് അംഗങ്ങളായ KK പ്രകാശൻ, നന്ദിനി സതീശൻ, ശ്രുതി ശിവപ്രസാദ്, മണ്ഡലം നേതാക്കളായ രാമദാസ് വയലൂർ, ബിജു തച്ചംകുളം, വിനി ശശിധരൻ, ജിബിൻ പുതുപ്പുള്ളി, രജത് നാരായണൻ, ജിതേഷ് മുളങ്ങ്, വിഷ്ണു പ്രസാദ്, രാഹുൽ നന്ദിക്കര എന്നിവർ സന്നിഹിതരായി. നമുക്കറിയാം, സംസ്ഥാന സർക്കാരുകൾ ഈ കേന്ദ്രം ഏറ്റെടുക്കുന്ന വർക്കുകൾ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനമാണ് കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ റോഡിന്റെ വികസനം നടക്കണമെങ്കിൽ എന്ത് വേണം? സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്തു കൊടുക്കണം. സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗവും അക്രമവാസനകളും സമാനതകളില്ലാത്ത വിധം പെരുകുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുതിർന്ന പൗരന്മാരായ പെൻഷൻകാർ മുന്നോട്ട് വരണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് സമ്മേളനം ആഹ്വാനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, ജില്ലാ ഭാരവാഹികളായ ജോയ് മണ്ഡകത്ത്, P തങ്കം, KO പൊറിഞ്ചു, KA അനീഫ, KV രാമകൃഷ്ണൻ, PV ശാർഗാധരൻ, KK സുകുമാരൻ, MA ജോസ്, K സദാനന്ദൻ, CP ത്രേസ്യ, CU രമണി എന്നിവർ പ്രസംഗിച്ചു. ഒല്ലൂർ വാട്ടർ അതോറിറ്റിക്കെതിരെ വീണ്ടും പരാതിയുമായി വരാക്കര സ്വദേശികൾ. വെള്ളം നൽകാതെ ബില്ല് കൃത്യമായി നൽകുന്നുവെന്നാണ് പുതിയ പരാതി.
അളഗപ്പ നഗർ പഞ്ചായത്തിലെ 9-ാം വാർഡിലെ പീച്ചാമ്പള്ളി മാഞ്ഞാങ്ങ വീട്ടിൽ അഭിലാഷ്, പറമ്പിൽ വീട്ടിൽ ഡാൻറ്റി എന്നിവർക്കാണ് ഉപയോഗിക്കാത്ത വെള്ളത്തിന് ബില്ല് വന്നത്. 2023-ലാണ് ഇവിടെ പൈപ്പ് കണക്ഷനും പൈപ്പും സ്ഥാപിച്ചത്. എന്നാൽ വർഷം 2 പിന്നിട്ടിട്ടും വെള്ളം മാത്രം എത്തിയില്ലെന്നാണ് പരാതി. വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയപ്പോൾ അധികൃതർ സ്ഥലത്തെത്തി മീറ്റർ നീക്കം ചെയ്തു. എന്നാൽ വീണ്ടും ബില്ല് വന്നു. ഞങ്ങൾക്ക് വാട്ടർ അതോറിറ്റിക്കാർ മറ്റേ ജലജീവന്റെ പൈപ്പ് കണക്ഷൻ കൊണ്ടിട്ടു. പൈപ്പ് കണക്ഷൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ പൈപ്പിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടില്ല. ചുമ്മാ വീട്ടിൽ ഞങ്ങൾക്ക് പൈപ്പ് കൊണ്ടിട്ട് മീറ്ററും കൊണ്ടുവച്ച് പിറ്റേ മാസം തൊട്ട് ഞങ്ങൾക്ക് ബില്ല് വരാൻ തുടങ്ങി. അപ്പോൾ ബില്ല് വരണം, ഞങ്ങൾക്ക് കണക്ഷൻ തന്നിട്ടില്ല, പിന്നെ ഇങ്ങനെ ബില്ല് വരണമെന്ന് ചോദിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ അന്വേഷിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ മീറ്റർ വന്ന് ഊരി കൊണ്ടുപോയി. ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് പിന്നത്തെ ബില്ല് വന്നു. ഇനി പൈസ അടയ്ക്കണ്ട, ഒറ്റ ബില്ലും അടയ്ക്കണ്ട, പൈസ ഒന്നും അടയ്ക്കണ്ട, മീറ്റർ ഊരി വെച്ച് പോയി. അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ മാസം ഈ മാസം 12 രൂപ വെച്ച് ബില്ല് വന്നിട്ടുണ്ട്. പൈപ്പ് കൊണ്ടിട്ടേണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പൈപ്പ് അവിടുത്തെ ഞങ്ങളുടെ അളഗപ്പ പഞ്ചായത്തേക്ക് മുട്ടിച്ചിട്ടില്ല, തൃക്കൂര് പഞ്ചായത്തിന്റെ പൈപ്പ് കണക്ഷനിലേക്ക് മുട്ടിച്ചിട്ടില്ല. അവർ പൈപ്പ് ആ റോഡിന്റെ സൈഡിൽ കൂടെ അങ്ങനെ ഇട്ടു. എന്നിട്ട് റോഡ് പൊളിച്ച് ഞങ്ങൾക്ക് ഇവിടെ കണക്ഷൻ തന്നു എന്നുള്ളൂ. പൈപ്പ് അങ്ങോട്ട് മുട്ടിക്കാത്ത കാരണം വെറുതെ വന്ന് ബില്ല് തന്നു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ലല്ലോ. കൊണ്ടുവച്ച് പിറ്റേ മാസം തൊട്ട് ബില്ല് വന്നു തുടങ്ങി. 400 ചില്ലാൻ രൂപ ബില്ല്, പിന്നത്തെ മാസം 300 ചില്ലാൻ രൂപ, പിന്നെ കൂടി വന്നു തുടങ്ങി. ഞങ്ങളത് കംപ്ലൈന്റ് ചെയ്തപ്പോൾ അവിടെ ചെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് കംപ്ലൈന്റ് ചെയ്തു. ഞാനും ഈ ചേച്ചിയും കൂടി പോയി കംപ്ലൈന്റ് ചെയ്ത് എഴുതി കൊടുത്ത് പിറ്റേ ദിവസം തന്നെ അവിടുത്തെ സാറ് വന്ന് മീറ്റർ ഊരി വെച്ചു. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ബില്ല് വന്നു തുടങ്ങി. 12 രൂപയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പൈപ്പ് ലൈനിലൂടെ വെള്ളമെത്തിച്ച് ശാശ്വത പരിഹാരം നൽകണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ആവശ്യപ്പെടാതെ വാട്ടർ കണക്ഷൻ നൽകിയെന്നും പിന്നാലെ ജപ്തി നടപടി വാട്ടർ അതോറിറ്റി സ്വീകരിച്ചുവെന്നും വരാക്കര സ്വദേശിനി വല്ലച്ചിറക്കാരൻ വീട്ടിൽ മേരി ഒല്ലൂരിലെ വാട്ടർ അതോറിറ്റി അധികൃതർക്കെതിരെ പരാതിയുമായി രംഗത്തു വന്നിരുന്നു. ജലജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച ആമ്പല്ലൂർ ചിമ്മിനി ഡാം റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് രാഷ്ട്രീയ ജനതാദൾ RJD ആവശ്യപ്പെട്ടു. ജലജീവൻ പദ്ധതിക്കായി കേരള വാട്ടർ അതോറിറ്റി ആമ്പല്ലൂർ ചിമ്മിനി ഡാം റോഡ് പൊളിച്ച് പൈപ്പിട്ട് 2 മാസത്തോളമായിട്ടും വെട്ടിപ്പൊളിച്ച ഭാഗം ഗതാഗത യോഗ്യമാക്കാത്തതിൽ രാഷ്ട്രീയ ജനതാദൾ RJD അളഗപ്പ നഗർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. വെട്ടിപ്പൊളിച്ച റോഡിന്റെ ഭാഗം കല്ലുകളും കുഴികളും കുന്നുകളുമായി ഗതാഗതം ദുരിതപൂർണവും അപകടകരവും ആക്കുന്നുവെന്നും രൂക്ഷമായ പൊടിശല്യവും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂടാതെ വെണ്ടൂർ ആമ്പല്ലൂർ പ്രദേശത്തെ കനാലിലൂടെ കാർഷിക ആവശ്യത്തിനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ഉടൻ വെള്ളം എത്തിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എബീസ് കുന്നിക്കുരുവിൽ അധ്യക്ഷനായി. നിയോജക മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് IP കുട്ടൻ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് NK രവീന്ദ്രൻ, ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് TA സേവിയർ, NA യോഹന്നാൻ, MA ഇഗ്നേഷ്യസ്, TP ജേക്കബ്, BP അയ്യപ്പക്കുട്ടി, KS സുകുമാരൻ, PV അനിൽകുമാർ, ആന്റോ കണ്ണമ്പുഴ എന്നിവർ പ്രസംഗിച്ചു. 7 വർഷമായി ചെങ്ങാലൂർ ഗ്രാമീണ മഹിളാ സമാജം അംഗൻവാടിയിൽ കുരുന്നുകൾക്ക് അക്ഷരമാധുര്യം പകർന്ന സിനി ടീച്ചറെ തേടി സംസ്ഥാന സർക്കാരിന്റെ മികച്ച അംഗൻവാടി വർക്കർക്കുള്ള പുരസ്കാരം എത്തുമ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമായി. അറിവിന്റെയും നല്ല ശീലങ്ങളുടെയും വ്യക്തിത്വ വികാസത്തിന്റെയും ആദ്യ പാഠങ്ങളാണ് അങ്കണവാടികളിലൂടെ ഓരോ കുഞ്ഞിനും ലഭിക്കുന്നത്. ബൗദ്ധിക വളർച്ചയ്ക്കൊപ്പം അവരുടെ ആരോഗ്യത്തിനും അങ്കണവാടികൾ ഊന്നൽ കൊടുക്കുന്നുണ്ട്. വീട്ടിലെ അളവറ്റ ലാളന അനുഭവിച്ചു കഴിഞ്ഞിരുന്ന കുട്ടികൾക്ക് അങ്കണവാടികൾ ആദ്യം കണ്ണീരുപ്പാണെങ്കിലും പിന്നീടങ്ങോട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഇടമായി മാറുന്നു. അതിന് കാരണമാകുന്നതാകട്ടെ അങ്കണവാടി ടീച്ചർമാരുടെ സ്നേഹശാസനകളും പരിശീലനവും തന്നെയാണ്. പുതുക്കാട് പഞ്ചായത്ത് 7-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ചെങ്ങാലൂർ ഗ്രാമീണ മഹിളാ സമാജം അംഗൻവാടിയിൽ 7 വർഷമായി അധ്യാപികയാണ് സിനി മേജു വടക്കൻ. 2024-25 വർഷത്തെ മികച്ച അംഗൻവാടി വർക്കർക്കുള്ള പുരസ്കാരമാണ് സിനി ടീച്ചറെ തേടിയെത്തിയത്. കുരുന്നുകളോടുള്ള ടീച്ചറിന്റെ വാത്സല്യത്തിനും അവർ തിരിച്ചു നൽകിയ സ്നേഹത്തിനുമുള്ള സമ്മാനമായി സംസ്ഥാന അവാർഡ് തേടിയെത്തിയപ്പോൾ ടീച്ചറിന് ചുറ്റും കുട്ടിക്കൂട്ടത്തിന്റെ ആഹ്ലാദാരവങ്ങൾ ഉയർന്നു. നിലവിൽ 25 കുട്ടികളാണ് അംഗൻവാടിയിൽ എത്തുന്നത്. വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതാണ് ഇവരെ അവാർഡിന് അർഹയാക്കിയത്. പഠനത്തിന്റെ മികച്ച മാതൃകകളും സാമൂഹിക പ്രതിബദ്ധതയോടെ ഏറ്റെടുത്ത വിവിധ പ്രവർത്തനങ്ങളുമാണ് സിനി ടീച്ചറെ അവാർഡ് നേട്ടത്തിലേക്ക് നയിച്ചതെന്ന്
വാർഡ് മെമ്പർ പ്രീതി ബാലകൃഷ്ണൻ പറഞ്ഞു. ICDS സൂപ്പർവൈസർ വിനോദിനിയുടെയും അംഗൻവാടിയിലെ ഹെൽപ്പർ ഉഷയുടെയും PTA പിന്തുണയാണ് തന്റെ നേട്ടത്തിന് കാരണമെന്ന് സിനി ടീച്ചർ അഭിമാനത്തോടെ പറയുന്നു. വനിതാ ദിന ആഘോഷങ്ങളോടനുബന്ധിച്ച തിരുവനന്തപുരത്ത് ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ ടീച്ചർ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാന അവാർഡ് എനിക്ക് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനായി ഏറ്റവും കൂടുതൽ സന്തോഷം പങ്കിടുന്നത് എൻ്റെ സൂപ്പർവൈസറായ വിനോദിനി മാഡത്തിനോട് കൂടാണ്. അതുപോലെ CDPO ആശ മാഡം, അതുപോലെ തന്നെ എൻ്റെ ഒപ്പം എൻ്റെ സഹപ്രവർത്തകയായി എനിക്ക് എൻ്റെ ഇടം കൈയായി പ്രവർത്തിക്കുന്ന എൻ്റെ ഉഷ ടീച്ചർ, അതോടൊപ്പം തന്നെ എൻ്റെ കുട്ടികളുടെ പാരൻസ്, എൻ്റെ LMC അംഗങ്ങൾ, വാർഡ് മെമ്പർ, എല്ലാവർക്കും അർഹതപ്പെട്ടതാണ് ഈ അംഗീകാരം. അതുപോലെ എൻ്റെ പുതുക്കാട് പഞ്ചായത്തിലെ എൻ്റെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കൂട്ടുകാരികൾ, എല്ലാവരോടൊത്ത് ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ സംസ്ഥാന അവാർഡ് കിട്ടിയതിൽ ഏറ്റവും അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ അംഗൻവാടി ടീച്ചർ സിനി ടീച്ചർക്ക് സംസ്ഥാന അവാർഡ്, ഏറ്റവും നല്ല അംഗൻവാടി ടീച്ചറുടെ സംസ്ഥാന അവാർഡാണ് നേടിയെടുത്തിരിക്കുന്നത്. ടീച്ചറുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അതിമനോഹരവും ഗംഭീരവുമാണ്. കാരണം ഇവിടെ വരുന്ന കുട്ടികളും അതേപോലെ തന്നെ രക്ഷിതാക്കളും അവരെ ഒത്തുചേർത്ത് പിടിച്ചുകൊണ്ട് അവർ നല്ല നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ അവാർഡ്. ചെങ്ങാലൂർ ഈ അംഗനവാടിക്ക് സിനി ടീച്ചർക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അത് തീർച്ചയായിട്ടും അർഹിക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ടീച്ചറുടെ പ്രവർത്തനം അത്രയും നല്ലതായിരുന്നു. കൂടാതെ ഇവിടുത്തെ PTA കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ടീച്ചർ എന്ന പദം പ്രയോഗത്തിൽ അമ്മയെന്ന വാക്കിൻ്റെ മറുവാക്ക് കൂടിയാണ്. കഴിഞ്ഞ 7 വർഷമായി നിരവധി കുരുന്നുകൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്ന്, ആദ്യ ചുവടുകൾ പകർന്ന് അവരെ കൂട്ടുകൂടാൻ പഠിപ്പിച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സിനി ടീച്ചറെ തേടി സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് എത്തുമ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്ന് ഏവരും ഒറ്റ മനസ്സോടെ സമ്മതിക്കുന്നു. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്. പോങ്കോത്ര ALP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിദ്യപ്രസാദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ് എൻഡോമെന്റ് വിതരണവും SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ ലഭിച്ച കുട്ടികളെ ആദരിക്കുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. പ്രധാന അധ്യാപിക TP ഷീജ, അധ്യാപികമാരായ ഇന്ദുജ, EP ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. അപ്പോൾ ശരിക്കും സംസാരിക്കേണ്ട വിഷയങ്ങളാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വളരെ ഭീകരമായ രീതിയിൽ ഇന്നത്തെ യുവത സമൂഹത്തിൽ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അധ്യയന സ്ഥലത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം, തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കണം. അവൻ്റെ സ്നേഹപ്രകടനങ്ങളിൽ, അവൻ്റെ പ്രവൃത്തികളിൽ, അവൻ്റെ ആശങ്കകളിൽ, അവൻ്റെ മാനസികമായ ആരോഗ്യകരമായ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി പ്രകാരം ഇടവിള കിറ്റ് വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഡെന്നി പനോക്കാരൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചെമ്പാറ, പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, കൃഷി ഓഫീസർ ദീപ ജോണി എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, ഹനിത ഷാജു, ഷീബ നികേഷ്, അനു പനങ്കൂടൻ, സെക്രട്ടറി VV പ്രതീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി TB സജിത എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചിലവിൽ വിവിധ അങ്കണവാടികൾ നവീകരിച്ചതിന്റെ പഞ്ചായത്തുതല ഉദ്ഘാടനം ആലത്തൂർ 127 നമ്പർ അങ്കണവാടിയിൽ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം TK സതീശൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, പഞ്ചായത്ത് സെക്രട്ടറി G സബിത, ICDS സൂപ്പർവൈസർ TS ധന്യ എന്നിവർ പ്രസംഗിച്ചു. തിമിര വിമുക്ത ജില്ല എന്ന ലക്ഷ്യം വെച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റ് നടത്തിവന്നിരുന്ന
തിമിര ശസ്ത്രക്രിയ ക്യാമ്പിന്റെ 50ാമത് ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബിജു എടക്കളത്തൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, കൗൺസിലർ മേഴ്സി അജി എന്നിവർ പ്രസംഗിച്ചു. മെഗാ ക്യാമ്പിന്റെ ഭാഗമായി തിമിര പരിശോധനയ്ക്ക് പുറമെ രക്തദാനം, ക്രിയാറ്റിൻ പരിശോധന, ദന്തപരിശോധന, പ്രമേഹ രോഗ പരിശോധന, ഡിജിറ്റൽ ECG, എക്കോ സ്കാനിംഗ് എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ഏതാണ്ട് വർഷം 500 കോടിയിലധികം രൂപയാണ് ഈ രംഗത്തുള്ള സാധാരണക്കാരായ ആളുകളുടെ മെഡിക്കൽ ക്യാമ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഘടന ചെലവഴിച്ചു. നമുക്കറിയാം, ഇന്നിവിടെ 3 തരത്തിലുള്ള ക്യാമ്പാണ് നടക്കുന്നത്. മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് JCI തൃശൂർ ഗ്രീൻ സിറ്റിയുടെ നേതൃത്വത്തിൽ പിങ്ക് റാലി നടത്തും. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് JCI തൃശൂർ ഗ്രീൻ സിറ്റിയുടെ വനിതാ വിഭാഗം ചിപ്സ് കോർണർ, ഫ്ലെമിംഗോ എന്റർടൈനേഴ്സ് എന്നിവരുമായി ചേർന്ന് പിങ്ക് റാലി നടത്തും. രാത്രി 8-ന് പുതുക്കാട് സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന പിങ്ക് റാലി ബസാർ റോഡ് വഴി ദേശീയപാതയിലെ ചിപ്സ് കോർണറിന് മുൻപിൽ അവസാനിക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ 2025-26 വർഷത്തെ ബജറ്റ് തിങ്കളാഴ്ച രാവിലെ 10:30-ന് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് കാഴ്ച സിഗ്നലുകൾ എത്തിക്കുന്ന ഓപ്റ്റിക് നാഡിക്ക് ഒരു പ്രത്യേക തരത്തിൽ കേടുപാടുണ്ടാക്കുന്ന അസുഖമാണ് ഗ്ലോക്കോമ. കണ്ണിനുള്ളിൽ സമ്മർദ്ദം വർദ്ധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേടുപാടുകൾ ഉണ്ടാകുന്നത്. തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഇത് ബാധിക്കുന്ന കണ്ണിന് സ്ഥായിയായ അന്ധതയുണ്ടാകും. റിപ്പോർട്ട് കാണാം. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ, ഗ്ലോക്കോമയുടെ കുടുംബ പശ്ചാത്തലം ഉള്ളവരിൽ, പ്രമേഹ രോഗികളിൽ, തീവ്രമായ മായോപ്പിയ ഉള്ളവരിൽ, കണ്ണിന് പരുക്ക് അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെങ്കിൽ തുടങ്ങിയവർക്കൊക്കെ രോഗസാധ്യത കൂടുതലാണ്. ഗ്ലോക്കോമ പ്രധാനമായും 2 തരത്തിലുണ്ട്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയും ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയും. രണ്ടിന്റെയും ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല. കാഴ്ചശക്തി കുറയുകയോ മങ്ങിയതോ അവ്യക്തമായതോ ആയ കാഴ്ച, കണ്ണുവേദനയും കണ്ണിൽ ചുവപ്പ്, തലവേദന, കണ്ണുവേദനയ്ക്കൊപ്പം ഓക്കാനം അല്ലെങ്കിൽ ഛർദി, ലൈറ്റുകൾക്ക് ചുറ്റും മഴവില്ലി നിറങ്ങൾ കാണുന്നത്, വേദന ഇല്ലാത്ത ഉയർന്ന കണ്ണുമർദ്ദം എന്നിവയൊക്കെയാണ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. കേരള മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ 2024-25 സാമ്പത്തിക വർഷത്തെ ക്ഷേമനിധി വിഹിതം അടയ്ക്കാൻ ബാക്കിയുള്ളവർ മാർച്ച് 10-നകം പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അതത് സാമ്പത്തിക വർഷത്തെ ക്ഷേമനിധി വിഹിതം അടയ്ക്കാതെ വന്നാൽ ക്ഷേമനിധി അംഗത്വം റദ്ദാവുകയും ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി നിയമം 2018 പ്രകാരം തരം മാറ്റം അനുവദിച്ച വസ്തുവിന് നികുതി അടയ്ക്കുന്നതിനോ രജിസ്ട്രേഷൻ നടത്തുന്നതിനോ നിയമപരമായും സാങ്കേതികമായും തടസ്സങ്ങളില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വസ്തു തരം മാറ്റങ്ങൾ 2023 സെപ്റ്റംബർ 10-ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമാണ് നടത്തുന്നത്. വസ്തു തരം മാറ്റ നടപടികളുടെ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് SOP രൂപീകരിച്ചിരിക്കുന്നത്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,000 രൂപ, പവന് 64,000 രൂപ. CPI തൃക്കൂർ ലോക്കൽ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ തൃക്കൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ കല്ലൂർ കൊല്ലേരി രാമകൃഷ്ണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ശനിയാഴ്ച ശാന്തിഘട്ടിൽ. ശാന്തയാണ് ഭാര്യ. സന്ദീപ്, സൗമ്യ എന്നിവർ മക്കളും ദീപ്തി, രാജേഷ് കുമാർ എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര മുത്രത്തിക്കര പരേതനായ വടക്കൂട്ട് വിജയൻ മകൻ വിജീഷ് അന്തരിച്ചു. 43 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാജിയാണ് അമ്മ. വിജിത്, വിജിത എന്നിവർ സഹോദരങ്ങളാണ്.
വെള്ളാനിക്കോട് മാവറ മറിയം അന്തരിച്ചു. 99 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ഉലഹന്നാനാണ് ഭർത്താവ്. ഔസേബ്, പരേതരായ ബേബി, ജോസ്, എബ്രഹാം, തങ്കച്ചൻ എന്നിവർ മക്കളും. മേരി, സിസിലി, റോസ്ലി, ലിജി, ഷിൻറ്റ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ ചുങ്കം വേലുക്കാരൻ ആൻഡ് ഭാര്യ മരിയ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അനു, ആശ, അഞ്ജു എന്നിവർ മക്കളും. മേജോ, വിനു എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ എസ് എൻ പുരം വടക്കേട് തയ്യപ്പക്കുട്ടി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കയാണ് ഭാര്യ. സന്തോഷ്, ദിനേശ്, പരേതനായ സുരേഷ് എന്നിവർ മക്കളും. ഉദയ, നിജിനി എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ നന്ദിയാർവള്ളി മൂർക്കനാട്ടുമന ശ്രീധരൻ നമ്പൂതിരി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഞെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മുൻ മേൽശാന്തിയാണ്. സംസ്കാരം നടത്തി. ശ്രീദേവിയാണ് ഭാര്യ. ശ്രീജ, ശ്രീജിത്ത് എന്നിവർ മക്കളും. മധു കടലൂർ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊരട്ടിയിൽ കാർ മരത്തിലിടിച്ച് അച്ഛനും മകൾക്കും ദാരുണ അന്ത്യം. മരിച്ചത് കോതമംഗലം സ്വദേശികൾ. ആയിരങ്ങൾക്ക് ഉത്സവ ലഹരി പകർന്ന് ചെമ്പൂച്ചിറ പൂരം. വർണ്ണോത്സവമായി കാവടിയാട്ടവും കുടമാറ്റവും. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ LDFന്റെ ദുർഭരണമാണെന്ന് ആരോപിച്ച് BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.